സ്മാർട്ട് ലോക്കസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൽ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എടുത്ത് കാണാവുന്നതാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോമിക്സിസ്. എന്താണ് അപ്പോമിക്സിസ്? അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്കറിയാം സീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലെ? പക്ഷെ ഇവിടെ സീഡ് ഉണ്ടാവുന്നുണ്ട്, എന്ത് സംഭവിക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ ഇല്ല. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഫോം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അപ്പോമിക്സിസ്, ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ പിന്നെ എങ്ങനെ സീഡ് ഫോം ചെയ്യും? സീഡിനകത്ത് എന്താ ഉള്ളത്? എംബ്രിയോ ആണ്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഈ എംബ്രിയോ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് ഇവിടെ ഡിപ്ലോയിഡ് എഗ് ആണ് ഉണ്ടാവുന്നത്. ദർ ഇസ് നോ മിയോസിസ്. യൂഷ്വലി നമുക്കറിയാം മെഗാസ്പോറോജെനിസിസിൽ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാവുന്നത് മിയോസിസ് വഴിയാണ്. ഇവിടെ ദർ ഇസ് നോ മിയോസിസ്, മൈറ്റോസിസ് ആണ് പകരം. അപ്പൊ അങ്ങനെ എഗ്, മിയോസിസ് ഇല്ലെങ്കിൽ പിന്നെ എഗ് ഹാപ്ലോയിഡ് ആയിരിക്കില്ല, ഡിപ്ലോയിഡ് ആയിരിക്കും. ആ ഡിപ്ലോയിഡ് എഗ് ഡെവലപ്പ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവുന്നു സീഡിനകത്ത്. അപ്പോ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് അത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്? ബിക്കോസ് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ. ഗാമീറ്റ് ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു. എങ്ങനെയാണ്? സീഡ് ഫോം ചെയ്യുന്നുണ്ട്. സീഡ് എന്ന് പറയുന്നത് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതിന്റെ പ്രൊഡക്റ്റ് ആണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താവണോ അതിവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോമിക്സിസ് is commonly reported in ഏതിലാണ്? മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി അസ്ട്രേസിയ, അതേപോലെ ഗ്രാസ് ഫാമിലി. ഈ രണ്ട് ഫാമിലിയിലുമാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്, അപ്പോമിക്സിസ് കാണുന്നത്. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മുടെ അഗ്രികൾച്ചറിൽ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് സീഡ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ കണ്ടു, അല്ലെ? ഈ ഹൈബ്രിഡ് സീഡ് നമ്മൾ എന്തിനാണ് ഹൈബ്രിഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് സുപ്പീരിയർ വെറൈറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സോ ആ സുപ്പീരിയർ വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് അതിന്റെ പാരന്റ്സിനേക്കാൾ സുപ്പീരിയർ ആയിരിക്കും. പക്ഷേ അത് നെക്സ്റ്റ് ജനറേഷൻ ഹൈബ്രിഡ് സീഡ് നമുക്ക് കിട്ടി, ആ പ്ലാന്റ് നല്ല ഈൽഡ് കിട്ടി, അതിൽ നിന്ന് സീഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡിന്റെ അതേ ക്വാളിറ്റി നെക്സ്റ്റ് ജനറേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യില്ല. വൈ? ബിക്കോസ് there will be segregation of character, അല്ലെ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആവുമ്പോൾ സെഗ്രിഗേഷൻ ഉണ്ടാവും. അപ്പോ അടുത്ത ജനറേഷനിൽ ഹൈബ്രിഡ് ക്വാളിറ്റി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഫാർമേഴ്സ് വീണ്ടും മാർക്കറ്റിൽ നിന്ന് ഹൈബ്രിഡ് സീഡ് വാങ്ങേണ്ടി വരും ഫോർ കൾട്ടിവേഷൻ. ഓക്കെ, അത് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇഫ് ഹൈബ്രിഡ് സീഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോമിക്റ്റിക്, then there will be no segregation of characters. ഹൈബ്രിഡ് സീഡിനെ എന്ത് ചെയ്യാം? അപ്പോമിക്റ്റിക് ആക്കി മാറ്റുക. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ഫെർട്ടിലൈസേഷൻ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഹൈബ്രിഡ് പ്ലാന്റ്, അല്ലെ, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ് അപ്പോമിക്റ്റിക് സീഡ് ആണെങ്കിൽ there will be no segregation of character. അപ്പോഴെന്താണ് അഡ്വാൻറ്റേജ്? ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഇൻ ദി സക്സസീവ് ജനറേഷൻസ്, അല്ലെ? നമ്മളൊരു ഹൈബ്രിഡ് പ്ലാന്റിൽ നിന്ന് നമുക്ക് സീഡ് കളക്ട് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വീണ്ടും കൾട്ടിവേഷൻ പോസിബിൾ ആണ്. ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നല്ല കാര്യമല്ലേ? യെസ്. അപ്പോ ഇത്രയുമാണ് ഏത് അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടോപ്പിക്. അടുത്തത് പോളി എംബ്രിയോണി. എന്താണ് പോളി എംബ്രിയോണി? പോളി മെനി ആണ്, അല്ലെ? മെനി എംബ്രിയോസ്. അത് തന്നെയാണ് ഒക്കറൻസ് ഓഫ് മെനി എംബ്രിയോസ് in some species. അതിനെയാണ് എന്ത് പറയുന്നത്? പോളി എംബ്രിയോണി. അപ്പൊ എന്താണ് പോളി എംബ്രിയോണി? ഒക്കറൻസ് ഓഫ് മെനി എംബ്രിയോസ്, അല്ലെ? മെനി എംബ്രിയോസ് ചില സ്പീഷീസിൽ കാണുന്നു, അതിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഇൻ സിട്രസ് ആൻഡ് മാംഗോ.
പോളി എംബ്രിയോണി ഇസ് റിപ്പോർട്ടഡ് ഇൻ ഏതൊക്കെ സ്പീഷീസിലാണ് കോമൺ ആയിട്ട്? സിട്രസ് ആൻഡ് മാംഗോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂസെല്ലാർ സെൽസ് സറൗണ്ടിങ് ദി എംബ്രിയോ സാക്ക് അല്ലെ. ന്യൂസെല്ലസ് ആണ് ഒബ്യൂളിനകത്ത്, മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ഉള്ള ടിഷ്യൂ ഏതാണ്? ന്യൂസെല്ലസ് ആണ്. ന്യൂസെല്ലസിന്റെ അകത്താണ് ഏത് ഫോം ചെയ്യുന്നത്? എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത്. നമുക്കറിയാം ആർക്കെസ്പോറിയം അല്ലെ, മെഗാസ്പോർ, മദർ സെൽ, മെഗാസ്പോർ, അങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്തതെന്ന് അറിയാം. യൂഷ്വലി അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എംബ്രിയോ സാക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. അത് കൂടാതെ ചുറ്റിലുമുള്ള ന്യൂസെല്ലസിന്റെ സെൽസ് അല്ലെ, ന്യൂസെല്ലാർ സെൽ സറൗണ്ടിങ് എംബ്രിയോ സാക്ക് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. സ്റ്റാർട്ട് ഡിവൈഡിങ് ആൻഡ് പ്രൊട്രൂഡിങ് ടു എംബ്രിയോ സാക്ക്. എന്നിട്ടോ ഡെവലപ്സ് ഇൻ ടു എംബ്രിയോസ്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? സെൽസ്, ഏത് സെല്ല്? ന്യൂസെല്ലാർ സെൽസ് that surrounds അല്ലെ, സറൗണ്ടിങ് ഏതാണ്? എംബ്രിയോ സാക്ക്. സ്റ്റാർട്ട് ഡിവൈഡിങ് ആൻഡ് ഡെവലപ്സ് ആൻഡ് പ്രൊട്രൂഡിങ് ടു എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിനകത്തോട്ട് പ്രൊട്രൂഡ് ചെയ്യുന്നു. എന്നിട്ടോ ഡെവലപ്സ് ഇൻ ടു എംബ്രിയോസ് which results into the formation of many embryos അല്ലെ, ഒത്തിരി എംബ്രിയോ ഫോം ചെയ്യാൻ കാരണമാവുന്നു. ഇതാണ് എന്ത്? പോളി എംബ്രിയോണി. ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ, since it is formed, many embryos are formed from the cells of nucellus, it is better called as ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി അല്ലെ. ന്യൂസെല്ലസിന്റെ സെൽസിൽ നിന്നാണല്ലോ മെനി എംബ്രിയോസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു? ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി എന്ന് പറയുന്നു. അപ്പൊ ഇത്രയുമാണ് പോളി എംബ്രിയോണി എന്ന കോൺസെപ്റ്റ്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അപ്പോമിക്സിസ്, രണ്ട് പോളി എംബ്രിയോണി. ഇത്രയും ആവുമ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഈ എപ്പിസോഡോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എപ്പിസോഡുകളെല്ലാം കാണുക. അതോടൊപ്പം NCERT എടുത്ത് വായിച്ചു നോക്കുക. ഒപ്പം NCERT എക്സസൈസ് ഒക്കെ ചെയ്തു നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വരുന്ന ബോർഡ് എക്സാമിലും ഒക്കെ എൻട്രൻസ് എക്സാമിനായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.